ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 12. ഭക്തിയോഗം. ശ്ലോകം 20. പേജ് നമ്പർ 654. യേതു ധർമ്മ്യാമൃതമിദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധധാനാ മത്പരമാ ഭക്താസ്തേതീവ മേ പ്രിയാഃ. പദാനുപദം. കിം തു എന്നാൽ, യേ ഭക്താഃ ഏതു ഭക്തന്മാർ, മത്പരമാഃ എന്നെ തന്നെ എല്ലാമെല്ലാമായി കരുതിയവരായി, ശ്രദ്ധാനാഃ പരിപൂർണ വിശ്വാസമുള്ളവരായി, യഥോക്തം ഇതുവരെ പറഞ്ഞതായ, ഇദം ധർമ്മ്യാമൃതം ഈ ധർമ്മ്യാമൃതത്തെ, അമൃതമയമായ ധർമ്മത്തെ, പര്യുപാസത്തെ പൂർണ്ണമായും മുഴുകുന്നു, തേ അവർ, മേ എനിക്ക്, അതീവ ഏറ്റവും, പ്രിയാഃ പ്രിയന്മാരാകുന്നു. വിവർത്തനം. നാശരഹിതമായ ഈ ഭക്തിയുത സേവന മാർഗം പിന്തുടർന്ന് എന്നെ പരമലക്ഷ്യമാക്കിക്കൊണ്ട് വിശ്വാസത്തോടു കൂടി പൂർണ്ണമായും എന്നിൽ മുഴുകുന്നവർ എനിക്കേറ്റവും പ്രിയപ്പെട്ടവരാണ്. ഭാവാർത്ഥം. ഈ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകം മുതൽ അവസാനം വരെ മയ്യാവേശ്യ മനോയേമാം എന്നിൽ മനസ്സുറപ്പിച്ച് മുതൽ യേതു ധർമ്മ്യാമൃതമിദം ഈ സനാതനധർമ്മം വരെ ഭഗവാൻ തന്നെ സമീപിക്കുവാനുതകുന്ന അതീന്ദ്രിയ സേവനമാകുന്ന ഈ പ്രക്രിയ വിവരിച്ചു. കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടവയാണീ പ്രക്രിയകൾ. അവയിൽ ഏർപ്പെടുന്നവരെ ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. വ്യക്തിശൂന്യവാദികളോ ഭഗവത് സേവകനോ ആരാണ് ഉത്തമനെന്നായിരുന്നു അർജുനന്റെ ചോദ്യം. ഭക്തിപൂർവം ചെയ്യുന്ന ഭഗവത് സേവനമാണ് ആത്മസാക്ഷാത്കാരത്തിനുതകുന്ന പ്രക്രിയകളിൽ വെച്ച് ശ്രേഷ്ഠമെന്നുള്ളതിന് സംശയമില്ല എന്ന് കൃഷ്ണൻ സ്പഷ്ടമാക്കുന്നു. സജ്ജന സഹവാസത്താൽ ഒരാൾക്ക് ഭക്തിപൂർവമായ സേവനത്തിൽ താത്പര്യം വളരും. അങ്ങനെ ഒരു ആധ്യാത്മികാചാര്യനെ സമീപിച്ച് അദ്ദേഹത്തിൽ നിന്ന് ശ്രവിക്കാനും അതോടൊപ്പം ജപിക്കാനും വിധിക്കപ്പെട്ട നിബന്ധനകൾക്കു വഴങ്ങി ശ്രദ്ധ, ആസക്തി, ഭക്തി എന്നിവകളോടെ
സേവന വൃത്തത്തിലേർപ്പെടാനും കഴിയുന്നതാണ്. ഈ മാർഗമാണ് ഈ അധ്യായത്തിൽ ശുപാർശ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് പരമപുരുഷനെ പ്രാപിക്കുന്നതിനും ആത്മസാക്ഷാത്കാരത്തിനുമുള്ള ഒരേയൊരു നിരപേക്ഷമായ മാർഗം ഭക്തിയുത സേവനമാണെന്നതിന് സംശയമില്ല. നിരപേക്ഷ തത്വത്തിൻ്റെ അവ്യക്തിഗത ഭാവം ഈ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുന്നതുവരെ മാത്രമേ സ്വീകാര്യമാവൂ. ഒരു വിശുദ്ധ ഭക്തനെ കണ്ടുമുട്ടാത്തിടത്തോളം കാലം ഈ അവ്യക്തിഗത ഭാവം പ്രയോജനകരമാണ് എന്നർത്ഥം. നിരപേക്ഷ സത്യത്തെ അവ്യക്തിഗതമായി സങ്കല്പിക്കുന്ന ഒരാൾ ഫലം ഉദ്ദേശിക്കാതെ കർമ്മം അനുഷ്ഠിക്കുകയും ധ്യാനിക്കുകയും ശരീരത്തെയും ആത്മാവിനെയും കുറിച്ചുള്ള അറിവ് നേടാൻ ശ്രമിക്കുകയും ചെയ്യും. ഒരു ശുദ്ധ ഭക്തൻ്റെ സാമീപ്യമില്ലെന്നിരിക്കെ ഇതാവശ്യമാണ്. ഭാഗ്യവശാൽ കൃഷ്ണാവബോധം നേടി പവിത്രമായ ഭഗവത് ഭക്തി സേവനത്തിലേർപ്പെടാൻ ആഗ്രഹമുദിച്ചാൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഇങ്ങനെ പടിപടിയായി മുന്നേറേണ്ടതില്ല. ഭഗവത്ഗീതയുടെ മധ്യത്തിലുള്ള 6 അധ്യായങ്ങളിൽ വിവരിക്കപ്പെടുന്ന ഭക്തിയുത സേവനമാണ് അവിടെ അനുയോജ്യമാവുക. അയാൾക്ക് ശരീരം പുലർത്തേണ്ടുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടി വരില്ല. ഭഗവത് കൃപ കൊണ്ട് അതെല്ലാം തനിയേ നടന്നുകൊള്ളും. ഭക്തിയോഗമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ.